സെന്റ് ജോർജിന്റെ ദൈവിക മാധ്യസ്ഥത്തിന് പേരുകേട്ടതും അതിന്റെ പാരമ്പര്യത്താൽ അടയാളപ്പെടുത്തപ്പെട്ടതുമായ സെന്റ് ജോർജ് ഹോറാൻ ചർച്ച് അരുവിത്തുറ കേരള സംസ്ഥാനത്തുടനീളമുള്ള ഭക്തരുടെ ആത്മീയ സങ്കേതമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം തങ്ങളുടെ പൂർവികർ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസിൽ നിന്നാണ് സ്വീകരിച്ച വിശ്വാസത്തിൽ അഭിമാനിക്കുന്നു. തന്റെ മിഷണറി തീഷ്ണതയ്ക്ക് അനുസൃതമായി സെന്റ് തോമസ് ദക്ഷിണേന്ത്യയിലുടനീളം വളരെ ദൂരം സഞ്ചരിച്ചു. അരുവിത്തുറയിൽ താമസിച്ചപ്പോൾ അദ്ദേഹം ഒരു വഴിയോര കുരിശ് സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കാലാവസ്ഥയുടെയും പ്രകൃതിക്ഷോഭത്തിന്റെയും വ്യതിയാനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ കുരിശ് ക്രമേണ നശിച്ചു. സ്വർഗീയ സ്മരണയെ അനുസ്മരിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനുമായി കൊണ്ടൂർ കുന്നുകൾക്ക് മുകളിൽ 167 അടി കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു. അതിനായി സൗമ്യമായ മുൻകൈയെടുത്തത് റവറന്റ് ഫാദർ തോമസ് ഓലിക്കൽ സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളിയുടെ മുൻവികാരിയായിരുന്നു. അരുവിത്തുറ വല്യച്ഛൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന സെന്റ് ജോർജ് ജാതിമത ഭേദമന്യേ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഹൃദയങ്ങളിൽ പ്രിയപ്പെട്ട സ്ഥാനം വഹിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കലിൽ നിന്നും ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകപ്പെട്ട സെന്റ് ജോർജിന്റെ വിശുദ്ധ പ്രതിമയാണ് ഈ ദേവാലയത്തിന്റെ പവിത്രത ഉൾക്കൊള്ളുന്നത്. അരുവിത്തുറ ദേശത്തിന്റെ സംരക്ഷകനായി ദൈവം നൽകിയ കനിവാണ് അരുവിത്തുറ വല്യച്ഛനെന്ന് അരുവിത്തുറയുടെ സ്വകാര്യതയിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദ ജീവിത ക്ലേശവും പാപഭാരവും ദുഷ്ടശക്തിയുടെ സ്വാധീനവും കൊണ്ട് ജീവിതം വ്യസനിക്കുമ്പോൾ അരുവിത്തുറ വല്യച്ഛ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി വല്യച്ഛന്റെ സന്നിധിയിൽ എത്തുന്നവർക്ക് സഹദ നൽകുന്ന സംരക്ഷണം ഒരു ആശ്വാസമാണ്. തന്റെ സന്നിധിയിൽ വന്ന് മധ്യസ്ഥം അപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനാണ് വല്യച്ഛൻ. അശാരുടനായി വാഴുന്ന ഗീവർഗീസ് സഹദ അരുവിത്തുറയുടെ ആത്മചൈതന്യമാണ്. അരുവിത്തുറ വല്യച്ഛൻ ഭക്തർക്ക് വീട്ടിലെ ഒരു മുതിർന്ന അംഗത്തെ പോലെയാണ്. വിശേഷപ്പെട്ട അവസരങ്ങളിൽ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ ഓഹരി വല്യച്ഛനെത്തിക്കാനും ഭക്തർ മറക്കില്ല. അരിവറുത്തതും കുരുമുളകുമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. കള്ളപ്പം, നെയ്യപ്പം, കൊഴുക്കട്ട എന്നിവയും നേർച്ച പലഹാരങ്ങളാണ്. മുട്ടയും പാലും മിക്കവാറും നേർച്ചയായി ലഭിക്കാറുണ്ട്. തിരിയും കുന്തിരിക്കവും സ്നേഹപൂർവ്വം വല്യച്ഛന് നിവേദിക്കുന്ന ഭക്തരുണ്ട്. കുരിശിൽ എണ്ണയൊഴിക്കുന്നതും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ മുഖ്യ ചടങ്ങാണ്. പുതിയ സ്ഥലം വാങ്ങുമ്പോഴും വീട് പണിയുമ്പോഴും കുറച്ച് മണ്ണ് വല്യച്ഛന് കൊടുക്കുന്ന പതിവ് ഇവിടെയുണ്ട്. എണ്ണ, തൈര്, തേൻ, കോഴി, മൂരിക്കിടാവ്, ആട് എന്നിവയും പള്ളിക്ക് കാഴ്ച കൊടുക്കുന്ന പതിവുമുണ്ട്. പാമ്പും പുറ്റും മറ്റൊരു പ്രധാന സമർപ്പണമാണ്. ചിലർ കുന്തവും സമർപ്പിക്കാറുണ്ട്. വല്യച്ഛനും മുത്തുക്കുട സമ്മാനിക്കുന്നവരുമുണ്ട്. വാഴക്കുല, ചേന, പഴവർഗ്ഗങ്ങൾ എന്നീ കാർഷിക വിഭവങ്ങളും തെങ്ങിൻ തൈയും ഇവിടെ എത്തിക്കാറുണ്ട്. ചുവന്ന പട്ടുസാരിയും ഒരു കാലത്ത് നേർച്ചയായി ലഭിച്ചിരുന്നു. മന്ത്രവാദം, കൂടോത്രം, കൈവിഷം എന്നിവയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ വല്യച്ഛന്റെ അടുക്കൽ എത്തിച്ച് ഇത്തരം ഭയത്തിൽ നിന്ന് വിശ്വാസികൾ വിടുതൽ നേടുന്നു. അരുവിത്തുറയിൽ കൊണ്ടുപോയി പഴയതും പുതിയതുമായ സാധനങ്ങൾ വെഞ്ചരിക്കുന്നവർ വളരെയേറെയുണ്ട്. യാത്രാ സൗകര്യം കുറവുള്ള കാലത്ത് വിശ്വാസികൾ ഇവിടെ താമസിച്ച് 9 ദിവസത്തെ നൊവേനയിൽ പങ്കെടുക്കുമായിരുന്നു. വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴിയും തുടർന്ന് വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കുന്നു. ഇത് വിശ്വാസികൾക്ക് ശുദ്ധീകരണത്തിന്റെ അവസരമാണ്. 50 ദിവസങ്ങളിലായി പള്ളിയിൽ നിന്നും മലയടിവാരം വരെ ജപമാല പ്രദക്ഷിണവും തുടർന്ന് കുരിശിന്റെ വഴിയും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത വിശുദ്ധ കുർബാനയും നടക്കും. നോമ്പുകാലത്തെ 40-ാം വെള്ളിയാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും തീർത്ഥാടകർക്ക് മൺപാത്രങ്ങളിൽ അരിപ്പൊടി വിളമ്പുന്നു. പ്രാർത്ഥനയ്ക്കുള്ള പവിത്രവും ശാന്തവുമായ അന്തരീക്ഷം, പ്രകൃതിയുടെ സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഒരു ദിവ്യ സ്ഥലം. ക്രിസ്ത്യൻ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. മാസത്തിലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും കുർബാന അർപ്പിക്കുന്നു. കുന്നിൻ മുകളിലെ കാഴ്ച അതിമനോഹരമാണ്. ഈരാറ്റുപേട്ട ടൗൺ മുഴുവൻ അവിടെ നിന്ന് കാണാം.